ഹായ് ഗേസ്, ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ചിക്കൻ കൊണ്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. പാത്രമൊക്കെ ചൂടായിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ അങ്ങോട്ടിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി അതിന് വേണ്ട സാധനങ്ങൾ, ഇത് തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, സവാള, ചിക്കനെ നല്ല മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. വേവിച്ചിട്ട് അതിനെ നല്ല മിക്സിക്കകത്തിട്ട് നല്ലവണ്ണം പൊട്ടിച്ച് വെച്ചിരിക്കുന്ന സംഭവമാണ്. ഓക്കെ, ഇപ്പം നമുക്ക് തുടങ്ങാം. സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ട് കൈ വെച്ചൊന്ന് ഞെരടി കൊടുക്കാം. പെട്ടെന്നായിട്ട് കണ്ടില്ലേ സവാള. അതിനൊപ്പം തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി കിടന്ന് അതിനകത്ത് കിടന്നൊന്ന് മൊരിയട്ടെ അല്ലേ. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ് എന്നാലും കുറച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരുപാട് ഇട്ട് വേണ്ട, ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതിനെ ഇങ്ങനെ ഇങ്ങോട്ട് വഴറ്റിയെടുക്കാം. അതുണ്ട് നല്ല ഭംഗിയായിട്ട് കിടന്നിട്ട് വൈകുന്നേരം. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല, ഭംഗിയായിട്ട് ഇരിക്കുകയാണ്. കാരണം സൗണ്ട് ഒരുമാതിരി കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. ഇന്നത്തേക്കാന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഇറങ്ങി. അപ്പോൾ സവള നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് വന്നിട്ട് അവിടെ കിടന്നിട്ട് വന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് 1.5 കരണ്ടി മുളക് പൊടിയുണ്ട്, 1 കരണ്ടി അത് ഇച്ചിരി ഇടത്തരം പരിപ്പുള്ള നമുക്ക് സ്പൂണ്, പിന്നെ മല്ലിപ്പൊടിയുണ്ട്, പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചിക്കനാണ്, അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് വേവിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ഉലുവാപ്പൊടി. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ സ്ഥിരം വീട്ടിലുണ്ടാക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഇതിനകത്ത് അടയുടെ അകത്ത് സാധാരണ നമ്മൾ തേങ്ങയും പഞ്ചസാരയല്ലേ ഉപയോഗിക്കുന്നത്. തേങ്ങയും പഞ്ചസാരയല്ല, തേങ്ങ ശർക്കര. അതിന് പകരം ഇന്ന് നമുക്ക് ഇച്ചിരി വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു. ചിക്കൻ്റെ ഒരു ചിക്കനാകട്ടെ എന്ന് വിചാരിച്ചു. ചിക്കൻ്റെ എല്ലാ സാധനങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് ചേർത്ത് നല്ല ഭംഗിയാക്കി എടുത്ത് ഒരു ടേസ്റ്റ്, ഒരു വ്യത്യസ്തമായി വിഭവം ഇരിക്കട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇയാൾ എന്ന് വെച്ചാൽ നമ്മൾ എന്തോ ആയാലും അത് നമ്മൾ ആവി പിഴിഞ്ഞെടുക്കുന്ന ഒരു സാധനമല്ല. വളരെ കുറച്ച് എണ്ണ മതിയെന്ന് വിചാരിച്ചിട്ട് എണ്ണ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എണ്ണ കുറച്ച് ചേർത്താൽ ഞാൻ എണ്ണ കൂടുതൽ ചേർത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ കുറച്ച് ചേർത്ത് മതി കേട്ടോ. എന്നിട്ട് ആ സവളയെ നല്ലവണ്ണം കൈയിട്ട് നേരത്തെയൊക്കെ ആക്കിയിട്ടാൽ മതി. കുറച്ച് ഇതാവും നല്ല ഒരു ബ്രൗൺ കളർ ആവണ്ട, എല്ലാം നല്ലപോലെ അങ്ങോട്ട് മുരിയട്ടെ. എല്ലാം മുരിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. കാണുന്നുണ്ടല്ലോ ഇല്ലേ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ കറിവേപ്പില വരിയിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുള്ളൂ, കാരണം ഇത് ഈ ഇലയുടെ ആയതുകൊണ്ട് അതിനകത്ത് കടിക്കണ്ടാവും. നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് തക്കാളി മുഴുവൻ വരിയിട്ട് കൊടുത്തു കേട്ടോ. തക്കാളി നമുക്ക് മുഴുവൻ നമുക്ക് വരിയിട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും കൂടെ ഇടയ്ക്ക് മിക്സാക്കാം. എനിക്ക് വേണമെങ്കിൽ എല്ലാം മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പ് ഒന്നുകൂടി നോക്കും. ഉപ്പൊന്നുമില്ല, കുറവായിരിക്കും. കാരണം അതിനും ഉപ്പ് കുറവാണ് കുറച്ച്. നല്ല ആവശ്യത്തിന് ഉപ്പുണ്ട്, ഇതിന് നല്ല ഉപ്പുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം
ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. തക്കാളിയൊക്കെ നല്ലോണം ഇരിക്കും കേട്ടോ. ഇത് നമ്മൾ അടയ്ക്കകത്ത് ഇങ്ങനെ കടിക്കുക. ഇതൊക്കെ പറഞ്ഞാൽ ഒരു കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമുക്ക് ആൽപ്പെല്ലാം കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുക്കാം. കാരണം മുളക് പൊടി മല്ലിപ്പൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുള്ള വീടാണ് ഇത്. തുമ്മിയും ചുവച്ചൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പം നമ്മൾ ഇത്രയാണ് കണ്ടില്ലേ. ഇപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി ഇതെല്ലാം കൂടി മിക്സായി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കനെ എടുത്തങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പറഞ്ഞില്ലേ നിങ്ങളുടെ പനിയാണെന്ന്. എനിക്ക് തുമ്മലും ചീറ്റലൊക്കെ ഞാൻ തന്നെ തുമ്മിയൊക്കെ ചെയ്യും. മുളകിൻ്റെ ക്രാമൊക്കെ അടിച്ച് ആ ചിക്കനെന്ന് പറയുന്നത് നമ്മൾ ഉപ്പും മുളകും ഇട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളകൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചിട്ട് മിക്സിയിൽ അതിനെ ഒന്ന് നല്ലവണ്ണം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പുണ്ടോ നോക്കിയിട്ട്. കൊള്ളാം, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ തന്നെ കഴിച്ചിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാകും പറയാം. നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയണം കേട്ടോ, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് തീ കൂട്ടി വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഇളക്കി വെക്കാം. മിക്സ് നല്ലവണ്ണം മിക്സ് ചെയ്യും. നല്ലവണ്ണം കളറൊക്കെ കണ്ടിട്ടൊരു ഭംഗിയുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ തീർന്നു. നല്ലവണ്ണം നല്ല മിക്സായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രൊസീജിയറെല്ലാം ഇവിടെ അവസാനിച്ചു. നമ്മളിത് മിക്സി ഓഫ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് അടുത്തൊരു പ്രൊസീജിയറാണ്. അടുത്ത പ്രൊസീജിയറിന് നമുക്കൊരു കരണ്ടി എടുക്കാം. നമുക്കൊരു കരണ്ടിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു കുരണ്ടി എടുത്ത് ഒരു കരണ്ടി എടുത്ത് നമ്മൾ അതിലിട്ട് എന്നിട്ട് മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു വാഴയില അങ്ങോട്ട് എടുത്ത് വെക്കുക. കുറച്ച് മാവ് ഉരുട്ടി എടുക്കുക. ഓക്കെ, മാവിട്ട് പരത്തി കൊടുക്കുക. കൈ വെച്ചിട്ടുള്ള ഭംഗിയായിട്ട് പരത്തി കൊടുക്കുക. ഇത് ചൂടുവെള്ളവും ഉപ്പും ചൂടുവെള്ളത്തിൽ നല്ല വെട്ടിത്തിളച്ച ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് തിളച്ച് അതിന് മാവ് കുഴച്ച് വെച്ച മാവാണ് കേട്ടോ. കട്ടി കുറച്ച് പരത്തി കൊടുത്താൽ അത്രയും നല്ലത്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പിനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അതിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നല്ല ചൂടാണത്. കൈ കൊണ്ട് കോരിയെടുത്താൽ വിവരം അറിയുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനെ നമ്മൾ എല്ലാ ഭാഗത്തും കൊണ്ട് എത്തിച്ചേക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ ചൂടാണെങ്കിൽ നല്ല ധൈര്യം ഉണ്ടെങ്കിൽ കൈ വെച്ച് നമുക്കാക്കി കൊടുക്കാം. നല്ല ചൂടാണ്. എൻ്റെ കൈയൊക്കെ തുള്ളുന്നുണ്ട്. എല്ലാ ഭാഗത്തും കൊണ്ട് എത്തിച്ചിട്ട് ഓക്കെ, ഇതിനെ അങ്ങോട്ട് അടയ്ക്കുക. ചൂടായി കിടക്കുന്ന ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇടുക. അങ്ങനെ ഇത് മുഴുവൻ അങ്ങോട്ട് ചെയ്ത്
വേവിച്ചെടുക്കുക. അപ്പോൾ ഓക്കെ, ബായ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതിൻ്റെ ഇടയിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ.